ദൈവാനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നതിലൂടെ അന്തോണീസിന് തൻ്റെ വിളി എന്തിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയാണ്. ആഫ്രിക്കൻ സന്യാസികളെ കണ്ടുമുട്ടുന്നു. അവിടെ പോയി അവർ രക്തസാക്ഷികളായെന്ന് തിരിച്ചറിഞ്ഞ അന്തോണീസ് ഈശോയ്ക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ വേണ്ടി ഒരുങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും തീവ്രമായ ആഗ്രഹത്തോടെ വേണ്ടി സ്വജീവൻ കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് പാതുവായിലേക്ക് ഏറ്റവും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വിശുദ്ധ അന്തോണീസ് ദൈവത്താൽ അയക്കപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ നിമിത്തമെന്ന് തോന്നുന്നെങ്കിലും അത് ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകളായിട്ടാണ് വിശുദ്ധ അന്തോണീസ് തന്റെ ഡയറികളെ കുറിച്ചിട്ടുള്ളത്. ഏറ്റവും സാധാരണമായ ജനങ്ങളിലൂടെ അവരുടെ ഇടയിൽ ജീവിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു അവസരം ഒരു രക്തസാക്ഷിത്വത്തിന് സമാനമാണെന്ന് വിശുദ്ധ അന്തോണീസ് പറയുമായിരുന്നു. മാതൃക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചുമട്ട് തൊഴിലാളികളും ഡ്രൈവർമാരും വ്യാപാരികളും ഒക്കെയാണ് നമ്മളെല്ലാവരും. ദൈവ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകാനുള്ള ഒരു കടമ, കൂട്ടുകാരനാകാനുള്ള ഒരു കടമ, അതെല്ലാം അങ്ങയുടെ സാന്നിധ്യം നൽകുക എന്നുള്ളതാണല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിലൂടെ മറ്റുള്ളവർ അറിയാൻ വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലൂടെ അങ്ങേ അനേകം അറിഞ്ഞതുപോലെ വിശുദ്ധ അന്തോണീസിലൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെ വിശ്വസിക്കുന്നതിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ വിശുദ്ധ അന്തോണീസിനെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളെല്ലാവരെയും ഉപയോഗിക്കണമേ. അങ്ങയുടെ അത്ഭുതത്തിൽ ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതിനുള്ള ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ നന്മയായിട്ട് മാറുവാനുള്ള ഒരു അനുഗ്രഹം, സ്നേഹം നൽകാനുള്ള ഒരു അനുഗ്രഹം, വിട്ടുകൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കാനുള്ള ഒരു അനുഗ്രഹം, ക്ഷമ ആയിട്ട് മാറുന്നിടത്ത് ക്ഷമയായിട്ട് മാറുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. Shiva
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാൽ പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, നീതിമാനായ മാറിയോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ പരിദൃശ്യമായ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തോടും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുക. അവരെ സഹായിക്കുകയും പ്രത്യേകമായ തിരുസഭയുടെ ദൈവനായ മാർഗ്ഗം പാപ്പാക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവുമാർ പോലെയും വേണ്ടിയും അവരുടെ സമപ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധനായ വിശ്വാസങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹിക്കണമേ. ഈ തിരുനാളവരെ അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മഹാത്മാവായ ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരയോടുള്ള നിശ്ചയമായ കാരുണ്യവും അങ്ങേയറ്റമായ ശക്തിവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം
ഭൂഷണമാകണമേ. അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ദത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയുടെ വിശുദ്ധ സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത ശക്തിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ സഹായാവസ്ഥയിൽ ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കലണയുന്നു. ജീവിത പ്രസിദ്ധിയുള്ള അചഞ്ചലരായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ സദൈവം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സമൃദ്ധിയും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉള്ള എല്ലാവരെയും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഉദ്യോഗാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വിവാഹത്തിനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് സമാശ്വാസവും മദ്യധനവും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ സുഖങ്ങളാൽ വിഷമം അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളുടെ ബന്ധനത്തിനും ദുർമാർഗ ജീവിതത്തിന്റെ അടിമത്തത്തിനും വിധേയരായിരിക്കുന്നവർക്ക് മോചനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാന്തി നൽകിച്ചേരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കാനുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങ് തീരുമാനിച്ചായിരുന്നു. കർത്താവേ, കൃപാകടാക്ഷത്താൽ ആവശ്യത്തിന്റെ മാധ്യസ്ഥ വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Yeah.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളോടും പ്രത്യേക യോഗങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ായിട്ടുള്ള സഹായിച്ച വ്യാപാരികൾ, കടക്കാർ, അതുപോലെ തന്നെ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഡ്രൈവർമാർ, അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ ലൈറ്റ് ഇടാനായിട്ട് സഹായിച്ചവർ, പിന്നെ പാട്ട് പാടാനായിട്ട് വന്നിട്ടുള്ള ഗായക സംഘക്കാർ, ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കളർപ്പാറച്ചൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പിരിവിനും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച സൈമൺ കാട്ടുകാരൻ, ജിക്സൺ മങ്കിടിയാൻ, പോളി കോട്ടോളി തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. നമ്മൾ എല്ലാ വർഷവും ഇന്ന് കാലാവസ്ഥയും ഒക്കെ ഭംഗിയായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് മഴയുണ്ടായിരുന്നു. ഈ വർഷം വളരെ ഭംഗിയായി തന്നെ മഴയൊന്നുമില്ലാതെ ഇത്രയും സമയമുണ്ടായി. എല്ലാ കടക്കാരോടും എല്ലാ തൊഴിലാളികളോടും എല്ലാ ഡ്രൈവർമാരോടും ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.